എന്ന തമിഴ് സിനിമ പുറത്തു വന്നപ്പോഴാണ് ചെകുത്താന്റെ അടുക്കള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഗുണ കേവുകൾ എന്ന പേരിൽ പ്രശസ്തമായത്. 2006 സെപ്റ്റംബർ 3 മഞ്ഞുമൽ ഗ്രാമത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഉല്ലാസയാത്ര പോകുമ്പോൾ സുഭാഷും സിജുവും ഉൾപ്പെടുന്ന ഈ സംഘാംഗങ്ങളിൽ ആരും തന്നെ ഒരിക്കലും വിചാരിക്കാത്ത നിയോഗമാണ് ആ യാത്ര അവർക്ക് വേണ്ടി കരുതിയിരുന്നത്. എല്ലാം മറന്ന് യുവത്വം ഉല്ലസിക്കുമ്പോൾ ചില അപകടങ്ങൾ മുന്നിൽ കാണണമെന്നില്ലല്ലോ. ഘോരമായ മഞ്ഞും പൊടിഞ്ഞു വീഴുന്ന മഴയും നിറഞ്ഞ സെപ്റ്റംബർ 4-നാണ് അവർ കൊടൈക്കനാലിൽ എത്തുന്നത്. ഞാൻ മഞ്ഞുമൽ ഗ്രാമത്തിലെത്തുമ്പോൾ സിജുവിന്റെ വലിയ സുഹൃത്ത് സംഘം യുവത്വത്തിന്റെ പ്രസരിപ്പിലും ആഹ്ലാദത്തിലും എന്നെ സ്വീകരിച്ചു. സിജുവും കൂട്ടുകാരും എന്നോട് കൊടൈക്കനാലിലെ അനുഭവങ്ങൾ ഹൃദയം തുറന്ന് പങ്കുവച്ചു. ഒരു വെളുപ്പിന് 7 മണിയൊക്കെയപ്പോൾ കൊടൈക്കനാലെത്തി. പിന്നെ അവിടെയുള്ള ഒരുപാട് ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു 2 മണിയാക്കിയപ്പോഴാണ് ഈ ഗുണ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. അവിടെയും എത്തി ശരിക്കും പറഞ്ഞാൽ കാണേണ്ട സ്ഥലം തന്നെ, കൊടൈക്കനാൽ കാണേണ്ട സ്ഥലം തന്നെ പറയുന്നത്. ചുറ്റും പാറകളായിട്ട് ചുറ്റപ്പെട്ട് ശരിക്കും ഒരു ഗുഹയിലൂടെ ചെന്ന ഒരു അവസ്ഥയാണ് നമുക്ക്. എല്ലാ വിനോദസഞ്ചാരികളെല്ലാം തന്നെ അവിടെ ചെല്ലാറുണ്ട്. ഞാനിറങ്ങിയില്ലെങ്കിൽ അവരിറങ്ങേണ്ട ഒരവസ്ഥ വന്നു. നാട്ടുകാരൊക്കെ ഇടപെട്ട് എങ്ങനെയും ഇറങ്ങേണ്ട എന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവസാനം അവർ എൻ്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ അവർ കൊണ്ടുവന്ന കയറും പിന്നെ ഞങ്ങൾ വാങ്ങിച്ചൊരു ടോർച്ച് അതിൻ്റെ കഴുത്തേക്ക് കെട്ടിയിട്ട് അങ്ങനെ ആ കയറെ പിടിച്ച് ഒരു കയറ് എൻ്റെ മേത്ത് കെട്ടി ഒരു കയറിൽ പിടിച്ചിറങ്ങി. പിന്നെ 2 കയറായിട്ട് ഞാൻ ഇറങ്ങി. കുട്ടനിറങ്ങി വന്നെന്ന് പറഞ്ഞ ശേഷം കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റിൻ്റെ വെളിച്ചം ഞാൻ കണ്ടു. കഴുത്തിൽ ലൈറ്റ് നോക്കി കയ്യിലൊരു പടവട്ടം കുട്ടനിറങ്ങി. ഇറങ്ങി വന്ന് ഞാൻ കുറച്ച് മുകളിലേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞ് കുട്ടനടുത്തെത്തി. അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കൂട്ടാണ്. നീ പേടിക്കണ്ട, എനിക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഇറങ്ങി ഒരു കുറച്ച് ചെന്നപ്പോൾ തന്നെ പിന്നെ കുഴി സ്ട്രെയിറ്റ് അല്ല, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ടേണായിട്ട് പിന്നെ അവിടുന്ന് ടേപ്പറായിട്ട് പിന്നെ നമ്മുടെ പാർക്കിലൊക്കെ പിള്ളേർ തീറ്റി കളിക്കണ ഇതുണ്ടാവും. ആ ഒരു ഇതുപോലത്തെ കുഴിയാണ്. ആ കുഴിയിലാണ് ഇറങ്ങി ഏകദേശം 50 അടി താഴ്ച വരെ എത്തിയപ്പോൾ ആദ്യം കൊണ്ടുപോയി ഒരു കയറ് തീർന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കല്ലിൽ തന്നെ ചവിട്ടി മുകളിലോട്ട് വിളിച്ചു പറയാം കയറ് തീർന്നു വീഴുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു 10 മിനിറ്റോളം എടുത്ത് അവർ വീണ്ടും കയറുകൊണ്ടൊന്ന് മുകളിൽ തന്നെ കെട്ടി വീണ്ടും കയറ് താഴ്ത്തോട്ടിട്ട് അങ്ങനെ വീണ്ടും ഇറങ്ങി ചെന്ന് ഒരു 87 അടി താഴ്ചയിൽ നമ്മളാണ് സുഭാഷിനെ കണ്ടത്. ഈ 50 അടി താഴ്ചയിൽ ഞാൻ എത്തി കയറ് തീർന്നപ്പോഴും സുഭാഷിനെ കാണാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് സുഭാഷിൻ്റെ സൗണ്ട് കേൾക്കാം, കാണാൻ പറ്റുന്നുണ്ടായില്ല. നമ്മൾ ജയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറ് തീർന്ന സമയത്ത് താഴത്തോട്ട് വീട്ടിൽ സുഭാഷിനെ കാണാൻ പറ്റില്ല. മുകളിലൊരു വീട് ഞാൻ ഇറങ്ങുന്ന കുഴി കാണാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥ. കയറ് തീർന്നു അവിടെ എത്തണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യണം എന്നെനിക്ക് ഇത് അറിയാൻ പാടാത്തൊരവസ്ഥയില്ല. ആ ടൈമിൽ ശരിക്കും ഒരു പേടി എന്നുള്ള ഒരു ഇത് വന്നത് ആ ടൈമിലാണ്. അത്രനേരം ഞാൻ എന്നെ പറ്റി പോയി ചിന്തിക്കണം. എന്നെ കണ്ടപ്പോൾ പകുതി ചെയ്യാൻ കിട്ടിയവരെയാണ് എനിക്ക് ആദ്യം ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, അത് കയറി പോകാൻ ഞാൻ പറഞ്ഞു. എനിക്ക് ചെയ്യാവുന്ന ഒരു ഇത് അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് ബലം കൊടുത്ത് പിന്നെ അവിടെ ചെന്ന് സുഭാഷിന് പോയിട്ട് ഞാൻ കൊണ്ടുപോയി കയറ് കെട്ടി. അപ്പോൾ ദേഹത്ത് കയറ് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു. മൊത്തം മുറിവും ചതവും മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം കയറ് ഒരു വിധത്തിൽ കെട്ടി വലിച്ച് കുറച്ചായപ്പോൾ കയറ് ബ്ലോക്കായി പോയി. കുഴി ഇങ്ങനെ ചെറിഞ്ഞിറങ്ങുന്നത് ബ്ലോക്കായി പോയി. പിന്നെ ചവിട്ടി കയറേണ്ട അവസ്ഥയായിരുന്നു. എൻ്റെ ശരീരം മൊത്തമായിട്ട് തളർന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു ഇത് കണ്ടപ്പോൾ അവർ
സംഭവിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഞാനിറങ്ങിയില്ലെങ്കിൽ അവരിറങ്ങേണ്ട ഒരവസ്ഥ വന്നു. നാട്ടുകാരൊക്കെ ഇടപെട്ട് എങ്ങനെയാലും ഇറങ്ങേണ്ട എന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവസാനം അവർ എൻ്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറയായിരുന്നു. അങ്ങനെ അവർ കൊണ്ടുവന്ന കയറും പിന്നെ ഞങ്ങൾ വാങ്ങിച്ചൊരു ടോർച്ച് അതിൻ്റെ കഴുത്തേക്ക് കെട്ടിയിട്ട് അങ്ങനെ കയറെ പിടിച്ച് ഒരു കയറ് എൻ്റെ മേത്ത് കെട്ടി ഒരു കയറിൽ പിടിച്ചിറങ്ങി. അങ്ങനെ 2 കയറെടുത്ത് ഞാൻ ഇറങ്ങി. ഇറങ്ങി വന്നിട്ടെന്ന് പറഞ്ഞ ശേഷം കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റിൻ്റെ വെളിച്ചം ഞാൻ കണ്ടത്. കഴുത്തിൽ ലൈറ്റും തൂക്കി കയ്യിലൊരു കടവായിട്ടാണ് കുട്ടനായിരുന്നത്. ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് മുകളിലേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടനെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കൂട്ടാന്നാണ്. അപ്പം നീ പേടിക്കണ്ട, നമുക്ക് രക്ഷപ്പെടാന്നാണ് പറഞ്ഞത്. ഇറങ്ങി ഒരു കുറച്ച് ചെന്നപ്പോൾ തന്നെ പിന്നെ കുഴി സ്ട്രെയിറ്റ് അല്ല, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ടേണായിട്ട് പിന്നെ അവിടുന്ന് ടേപ്പറായിട്ട് ഇങ്ങനെ നമ്മുടെ പാർക്കിലൊക്കെ പിള്ളേർ തീറ്റി കളിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇതുപോലത്തെ കുഴിയാണ് ചെയ്തത്. ആ കുഴിയിൽ അങ്ങനെ ഇറങ്ങി ഏകദേശം ഒരു 50 അടി താഴ്ച വരെ ഞാൻ എത്തിയപ്പോൾ ആദ്യം കൊണ്ടുപോയി ഒരു കയർ തീർന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കല്ലിൽ തന്നെ ചവിട്ടി മുകളിലോട്ട് വിളിച്ചു പറയായിരുന്നു കയർ തീർന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു 10 മിനിറ്റോളം അവർ വീണ്ടും കയറോട് മുകളിൽ തന്നെ കെട്ടി വീണ്ടും കയറ് താഴ്ത്തിട്ട് അങ്ങനെ വീണ്ടും ഇറങ്ങി ചെന്ന് 57 അടി താഴ്ചയിൽ സുഭാഷിനെ കണ്ടത്. ഈ 50 അടി താഴ്ചയിൽ ഞാൻ കയറ് തീർന്നപ്പോൾ സുഭാഷിനെ കാണാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് സുഭാഷിന് സൗണ്ട് കേൾക്കാം, കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറ് തീർന്ന സമയത്ത് താഴത്തോട്ട് നോക്കിയിട്ട് സുഭാഷിനെ കാണാൻ പറ്റില്ല, മുകളിലോട്ട് നോക്കിയിട്ട് ഞാൻ ഇറങ്ങി വന്ന് കുഴി കാണാൻ പറ്റില്ല അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ കയറ് തീർന്നു, അവിടെ നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പാടാത്ത ഒരവസ്ഥയിൽ പോയി. അപ്പോൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി എന്നുള്ള ഒരു ഇത് വന്നത് ആ ടൈമിലാണ്. അത്ര നേരം ഞാൻ എന്നെപ്പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സുഭാഷ് ശരിക്കും പറഞ്ഞാൽ പകുതി ജീവൻ കിട്ടിയ പോലെയായിരുന്നു.